ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം വീഡിയോസ് ആദ്യമായിട്ടാണ് കാരണം വെച്ചാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ശരി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ ദിവസം മമ്മൂന് അത്രയ്ക്ക് ഇഷ്ടമില്ലെങ്കിലും അത്രയ്ക്ക് സങ്കടപ്പെട്ട മുടി വെട്ടാൻ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ നാളായി ഫ്രണ്ടിൽ മുടി വളർത്തുന്നത് വടിക്കണ്ടെന്നൊരു ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ മുടി കുറച്ച് ആളായി ലൈക്ക് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും പണ്ടത്തെ പോലെ തന്നെ മുകളിൽ നല്ലോണം മുടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം മുടി വെട്ടിയില്ല, മുകളിൽ അടിയിൽ സൈഡിൽ മാത്രം വടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ വരാൻ നേരം വൈകിയപ്പോൾ മുടി വെട്ടി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നേരം ഭയങ്കരമായിട്ട് വൈകിട്ടോ. അപ്പോൾ നേരെ കുടുംബശ്രീയുടെ ഇതിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടോ, ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയത്. അപ്പോൾ അതൊക്കെ വാങ്ങി വന്ന് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഭയങ്കര ടയേർഡായിട്ടോ. അപ്പോൾ നേരെ പിന്നത്തെ കാര്യം ഫുഡ് അടിക്കലാണല്ലോ. ഒന്നാമത് നേരം വൈകി അവിടെ നിന്ന് വരാൻ ഫുഡൊക്കെ അടിച്ച് പിന്നെ കിടന്നുറങ്ങി വന്നപ്പോൾ പിന്നെ കടലപ്പരിപ്പ് വാങ്ങിയിരുന്നു. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ നേരെ നമുക്കൊരു പരിപ്പട ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ആയിട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് പരിപ്പിട്ട് കൊടുക്കുക കേട്ടോ. നമ്മളെ വടപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചോട്ടോ. നമ്മൾ വടയിലിടുമ്പോൾ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ 2 ട്രിപ്പായിട്ട് അരച്ചെടുത്തു കേട്ടോ. അത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ സബോളയും അപ്പോൾ അത് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി ഇട്ടെടുത്തതിന് ശേഷം സബോള ചെറുതാക്കി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ആയാലും മതി കേട്ടോ. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ചെറുതാക്കി എരിഞ്ഞിട്ട് കൊടുക്കണം. അതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലെക്സ്, ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ചില്ലി ഫ്ലെക്സ് ഇട്ട് കൂടും. അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മൾ മാറ്റി വെച്ച ആ പരിപ്പുണ്ടല്ലോ കുറച്ച്, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. നമ്മളെ സബോളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നല്ലോണം കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഒരു ചെറിയ ഉരുളെടുത്തിട്ട് കയ്യിൽ വെച്ച് അമർത്താം കേട്ടോ. കൈ ഒന്ന് നനച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും. പിന്നെ നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ പരിപ്പടയുടെ കളർ ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞ് നമുക്ക് അതിൽ നിന്ന് കോരി എടുക്കാം. അതിൽ നിന്ന് കോരി എടുത്തിട്ട് നേരെ പാത്രത്തിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ സാധാ വെറുതെ ഇല്ല കേട്ടോ കഴിച്ചത്. രസവട കഴിക്കാൻ ഭയങ്കര കൊതി ഉണ്ടായിരുന്നു. അപ്പോൾ രസവട ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചത്. 2 അടിപൊളിയാണ് കേട്ടോ. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.